السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ വിധികർത്താക്കളെ, മറ്റു പ്രിയ സുഹൃത്തുക്കളെ, സുബുൽ സലാം ഫെസ്റ്റ് പ്രസംഗ മത്സരവേദിയിൽ ഹിജാബ് ഒരുക്കുന്ന സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ ചിലത് പറയാം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഇസ്ലാം എന്ന പ്രത്യാശാസ്ത്രത്തിന്റെ വിജയത്തിനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയ 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത് സ്ത്രീ സുരക്ഷയാണ്. ഭൗതികമായ പുരോഗമനത്തിന്റെ പതിപ്പായ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്കെതിരെയുള്ള ശക്തമായ കയ്യേറ്റം ഇല്ലാതാക്കാൻ കഴിയുന്നില്ലെന്ന യാഥാർത്ഥ്യം പച്ചയായി നിലകൊള്ളുമ്പോൾ ഹിജാബ് ഒരുക്കുന്ന സ്ത്രീ സുരക്ഷാ വർത്തമാന സമത്വ പൂരണികൾ ശക്തമായി നിലകൊള്ളുന്നു. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ തെരുവീതികളിലൂടെ ഇസ്ലാമിന്റെ സുന്ദരമായ വേഷം ധരിച്ചുകൊണ്ടാണ് എന്ന് പ്രശസ്ത എഴുത്തുകാരി കമലാ സുരയ്യ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഹിജാബിന്റെ ആവശ്യകതയെ പഠിച്ച ഏതൊരാളും ഹിജാബ് അടക്കമുള്ള കാഴ്ചപ്പാടുകൾ അംഗീകരിച്ചതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമായ ധർമ്മവ്യവസ്ഥയാണ് ഇസ്ലാമിന്റെ എന്ന ആരോപണത്തിൽ നിന്നാണ് ഇസ്ലാമിനെതിരെയുള്ള സ്ത്രീപക്ഷ വിമർശനങ്ങൾ ആരംഭിക്കുന്നത്. മുസ്ലിം വനിതയുടെ അടക്കവും ദുഃഖവുമാണ് അധികാരത്തിന്റെ പ്രതിഫലനങ്ങളായും അവളുടെ പർദ്ദയും ശിരോവസ്ത്രവും അടിമത്തത്തിന്റെ കവിശിരൂപമായും അടയാളപ്പെടുത്തുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? സ്ത്രീ സൗന്ദര്യത്തെ ചൂഷണാത്മകമായ കോർപ്പറേറ്റ് മുതലാളിത്ത കുത്തകകൾ പരസ്യ പലകളിലേക്ക് പകർത്തിയപ്പോൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെ വിപണനം നടത്താൻ സ്ത്രീകളുടെ നഗ്നത മുതലെടുക്കാനുണ്ടായത്. ശരീര സൗന്ദര്യം മാത്രം മുതലെടുക്കുകയും സ്ത്രീയെ കേവലം മാംസ കഷ്ടമായും കാണുന്ന ഇത്തരം പ്രവണതകളെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മുളയിലെ തുല്യ വിശ്വസംഹിതയാണോ പരിശുദ്ധമായ ഇസ്ലാം? അതെ, അവളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതും അവൾക്ക് സംരക്ഷണവും കുലീനതയും പകർന്നു നൽകുന്നതുമായ വസ്ത്ര സംരക്ഷണമാണ് ഇസ്ലാം പകർന്നു നൽകുന്നത്. സുഹൃത്തുക്കളെ, ഹിജാബ് എന്താണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ഇവിടെ രാജ്യസുരക്ഷക്കായ അതിർത്തിയിൽ നമ്മൾ വേലി കെട്ടാറുണ്ടല്ലോ, മതിൽ കെട്ടാറുണ്ടല്ലോ. ഇതുപോലെ സ്ത്രീ സൗന്ദര്യത്തിന് നേരെ വരുന്ന ചൂഷണത്തിന്റെ കയ്യേറ്റങ്ങളെ തടയാൻ സ്ത്രീകൾക്ക് നൽകുന്ന സംരക്ഷണം അറിയാണ് ഹിജാബ്. ഹിജാബ് എന്നത് തലയിടുന്ന ഒരു കഷ്ണം തുണി മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിൽ മുസ്ലിം സ്ത്രീയുടെ ഇടപെടലിന്റെ കുലീനമായ പ്രതിനിധാനം കൂടിയാണ്. സഹോദരങ്ങളെ, അന്യപുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിക്കാൻ വേഷഭൂഷക വർത്തമാനങ്ങളെ വേണ്ടെന്ന് വെക്കാൻ സ്ത്രീകൾ നിഷ്കർഷിക്കുന്നത് അവരുടെ ആത്മസംസ്കരണത്തിന് വേണ്ടിയാണ്. പെണ്ണു സുരക്ഷിതമാവുന്ന സമൂഹത്തിന്റെ സുസ്ഥിതി എന്ന് പഠിപ്പിച്ച പ്രയോഗവൽക്കരിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. ഇസ്ലാമിനെ ധമാന്തം കാണിച്ച മനുഷ്യനോട് കാലുഷത്തിനോട് ചരിത്രം മാറുമെന്ന് പഠിപ്പിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. ഇന്ന് റുബൈത്തും സ്ത്രീകൾക്ക് സാധ്യമാക്കിയത് ഇസ്ലാം സ്ത്രീകൾക്ക് ഹിജാബിന്റെയും വസ്തുത്വ ബോധത്തിന്റെയും മനോഹരമായ സന്ദേശമാണെന്ന ആശയം ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്? ചുരുക്കത്തിൽ ഹിജാബ് പ്രദാനം ചെയ്യുന്ന സ്ത്രീ സംരക്ഷണത്തെ വെച്ച് ബോധ്യമുണ്ടായിട്ടും ബോധ്യമില്ലെന്നടിച്ച് തലയോ മുഖവും മറിച്ച സ്ത്രീകൾ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരെ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന് കാപട്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പാശ്ചാത്യ സമൂഹം ഹിജാബ് നിരോധനത്തിൽ തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ വർത്തമാനങ്ങൾ അത്ര ശുഭകരമല്ല. ഒരു സമുദായത്തിന്റെ മതചിഹ്നങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അസഹിഷ്ണുത വിദ്യാഭ്യാസം എന്ന പരമപ്രധാനമായ അവകാശം പോലും നിഷേധിച്ചെങ്കിലും തുണി ഉരിഞ്ഞു നടക്കുന്നവന്റെ ആവിഷ്കാര സ്വതന്ത്രം പോലെ തന്നെയാണ് മറച്ചു നടക്കുന്നവന്റെ മൗലികാവകാശം എന്ന് ഫാസിസ്റ്റ് ഭരണകൂട ശക്തികൾ തിരിച്ചറിയേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഈ ഹിജാബ് ആഹ്വാനം ഇറങ്ങിയപ്പോൾ അക്ഷരം പ്രതി അംഗീകരിച്ച സ്വഹാബത്തിന്റെ തലമുറക്കാരായി ഹിജാബ് നിരോധനത്തിനെതിരെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും നാം തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി